സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ അല്ലാഹു തആലാന്റെ ദിക്റാണ്. ഇതിന് എത്രമാത്രം വലിയ സ്ഥാനമുണ്ട് നോക്ക് നിങ്ങൾ. ദിക്ർ സദാസമയത്തും കൊണ്ടു നടക്കുന്ന മനുഷ്യനിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുന്നവനാണ് മനുഷ്യനെ ശല്യം ചെയ്യാൻ വേണ്ടി വരുന്ന ശൈത്വാൻ, പിശാച്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ദിക്ർ ചൊല്ലാതെ ബിസ്മി ചൊല്ലാതെ അല്ലാഹു തആലാന്റെ നാമം പറയാതെ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചാൽ ശൈത്താൻ പറയും അവന്റെ കൂട്ടാളികളോട്, ഖദ് അദ്റക്തുമുൽ മബീത വൽ അശാ, ഇന്ന് രാത്രി ഭക്ഷണവും കിട്ടി, ഇവിടെ കിടക്കാനുള്ള സ്ഥലവും കിട്ടി, നല്ല വീട്ടിലെത്തിയത്. നമുക്ക് ഏകദേശം കൂടപ്പുറപ്പുകളായ ആൾക്കാരാണ്, പടച്ചോനൊന്നും ഓർമ്മല്ല, ദിക്റും ചെല്ലുന്നില്ല, വെട്ടി വീങ്ങുന്നുണ്ട്, അപ്പൊ കൂടെ ചേരാം, ഇവിടെ തന്നെ കിടക്കുകയും ചെയ്യാം. പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഒരു ഉമ്മ താക്കോൽ ഇങ്ങനെ തുറന്ന് ബിസ്മില്ലാ എന്നും പറഞ്ഞിട്ടാണ് കാലങ്ങോട്ട് എടുത്തു വെച്ച് വീട്ടിലേക്ക്. അവൻ തൊട്ടടുത്തുള്ള ആളുകളോട്, കൂട്ടാളികളോട് പറയും, ഇവിടെ പാർക്കാൻ പറ്റൂല. ആ വീട്ടിലേക്ക് കയറിയ ആൾ ആദ്യം തന്നെ ബിസ്മില്ലാഹി എന്നുള്ള മേൽവിലാസത്തിലാണ് കയറിയത്. അല്ലാഹു തആലാന്റെ ദിക്ർ ഉച്ചരിച്ചുകൊണ്ടാണ്, അല്ലാഹു തആലാനെ സ്മരിച്ചുകൊണ്ടാണ് കയറിയത്. അതുകൊണ്ട് അങ്ങോട്ട് ഇനി പ്രവേശിക്കാൻ കഴിയൂല. ആ ദിക്റിനുള്ള ഒരു കാവലും ശക്തിയാണ്. പടച്ച റബ്ബിനെ ഓർത്തു എന്നുള്ളത് കൊണ്ട് അല്ലാഹു തആല നൽകുന്ന ഒരു ഹിഫ്ള്, ഒരു കാവൽ, അതെല്ലാ സമയത്തും നിലനിർത്തണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോ ആ ഭക്ഷണം എങ്ങനെങ്കിലും ഒന്ന് കിട്ടണം എന്ന് കരുതിയിട്ട് ശൈത്താൻ ആദ്യം ഒരാളെ വിട്ടു, ഒരു അറാബിയെ. അറാബികൾക്ക് പിന്നെ അത്രല്ലേ കഥ ഉണ്ടാകുള്ളൂ. ഓടി വന്ന് ഭക്ഷണപാത്രത്തിലേക്ക് അങ്ങോട്ട് കൈയിടാൻ നോക്കി. ബിസ്മി ചൊല്ലുന്നതിന്റെ മുമ്പ് കൈയിടുന്ന ആള് ആ കൂട്ടത്തിലെ ആദ്യത്തെ ശൈത്താനാണ്. ഇങ്ങനെ ഒരു കൂട്ടം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ബിസ്മി അങ്ങനെ ആക്രാന്തം അങ്ങനെ മൂത്തിട്ടുണ്ടാവുമല്ലോ ചില ആൾക്കാർ, ബിസ്മില്ല ഹംദുല്ല കേൾക്കല്. അവർ ആ കൂട്ടത്തിലെ, സ്വകാര്യമായി പറഞ്ഞാൽ മതി, ആ കൂട്ടത്തിലെ ഒരു ശൈത്താനാണ്. അയാള് ബിസ്മി അല്ലിയിട്ടാ തുടങ്ങിയെങ്കിൽ കുഴപ്പമില്ല, എന്ത് ബിസ്മി എന്ത് ഹംദ്, ഇതിങ്ങോട്ട് കണ്ടപ്പോഴേക്കന്നെ കൈ വരെ കേൾക്കാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പൊ ഒരു അറാബി വന്ന് കൈയിടാൻ നോക്കിയപ്പോ ആ അറാബിന്റെ കൈയിനൊരു പിടുത്തം പിടിച്ചു, ഒറ്റ പിടുത്തം. ഭക്ഷണപാത്രത്തിലേക്ക് കൈയിടാൻ അയച്ചില്ല. കുറച്ചു കഴിഞ്ഞപ്പോഴാ ചെറിയൊരു പെൺകുട്ടി, പ്രായപൂർത്തി എത്താത്ത ചെറിയൊരു കുട്ടി ഓടി വരുന്നു ഭക്ഷണപാത്രത്തിലേക്ക് കൈയിടാൻ. ഇടത്തെ കൈകൊണ്ട് ആ പെൺകുട്ടിയെയും പിടിച്ചു. എന്നിട്ട് കൂടെയുള്ള സ്വഹാബത്തിനോട് അവിടുന്ന് പറഞ്ഞു, കണ്ടോ നിങ്ങൾ ശൈത്താനിന്റെ പണി, നമ്മൾ കഴിക്കാനിരിക്കുന്ന ഈ ഭക്ഷണം എങ്ങനെയെങ്കിലും അവന് അനുവദനീയമായി കിട്ടണം. അതിന് ആദ്യം അറാബിയെ വിട്ടു. അറാബിയെ ഞാൻ പിടിച്ചു വെച്ചപ്പോൾ ഈ പെൺകുട്ടിയെയും വിട്ട്, ഈ പെൺകുട്ടിക്ക് തെക്കിലീഫെത്തിയിട്ടില്ലല്ലോ, ചെറിയ മോളല്ലേ, അപ്പൊ അതിനെ ചീത്തയൊന്നും പറയാൻ പറ്റൂലല്ലോ, ചെറിയ കുട്ടിയല്ലേ, എങ്ങനെങ്കിലും ബിസ്മി എല്ലുന്നതിന്റെ മുമ്പ് ഒരു പിടുത്തം പിടിക്കട്ടെ എന്ന് കരുതിയിട്ട് കുട്ടിയെ വിട്ടു. രണ്ടാളെയും ഞാൻ പിടിച്ചു വെച്ചു. രണ്ടാളെയും തങ്ങൾ ബേക്കോട്ട് നിർത്തിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് ഒരു പിടി ഭക്ഷണം എടുത്ത് അറാബിക്ക് കൊടുത്തു. അടുത്തൊരു പിടി ഭക്ഷണം എടുത്ത് പെൺകുട്ടിക്കും കൊടുത്തു. ശൈത്താന് അമ്പേ പരാജയപ്പെടുകയാണ്. ആ ദിക്ർ ചൊല്ലുന്നതിന്റെ മുമ്പ് ഒരു പിടുത്തം കിട്ടാനാണ് അവൻ രണ്ടുപേരെയും അയച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് സമ്മതിച്ചില്ല. ദിക്ർ ചൊല്ലണം, അള്ളാഹുവിനെ ഓർക്കണം സദാസമയത്തും. എപ്പോഴും അള്ളാഹുവിനെ ഓർമ്മയുള്ള ആള് എപ്പോഴും ശുക്റുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി